അങ്ങനെ നമ്മൾ തേക്ക് മ്യൂസിയം എത്തിയേക്കാണ് കേട്ടോ. നമുക്ക് തേക്ക് മ്യൂസിയത്തിന്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം. ഇന്ന് തിരക്ക് കുറവാണോ? സാധാരണ ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലെത്തിയിട്ടോ. കനോലിപ്പോട്ടിലെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ തേക്ക് മ്യൂസിയത്തിൽ ഞാൻ വന്നിട്ട് ഒരുപാട് നാളുകളായി. അപ്പോൾ തേക്ക് മ്യൂസിയത്തിൽ എന്തൊക്കെ ഇപ്പോൾ കാണാനുണ്ട്, എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല ഗാർഡൻ ഉണ്ട് കേട്ടോ. നല്ല ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഈ കാണുന്നതാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തേക്കിൻ്റെ കാണാത്തൊരു കാഴ്ച തന്നെ തേക്കിൻ്റെ വേരുകളാണിത്. മണ്ണിനടിയിൽ തേക്കിന് എന്തൊക്കെ കാഴ്ചകൾ ഉണ്ടാകുന്നുള്ളത്. ഇങ്ങനെയാണ് മണ്ണിന്റെ അടിയിലേക്ക് തേക്കിന്റെ വേര് പോണത്. ഇത് തേക്കിന്റെ ആ ഒരു സ്റ്റെമ്മ് തിരിച്ചു വെച്ചതാണ്. അതായത് എന്താ പറയാ, അതിന്റെ ഒരു കുറ്റിയാണ് തേക്കിന്റെ തേക്കും കുറ്റി ശരിക്കും തിരിച്ചു വെച്ചതാ. തേക്കിന്റെ വേര് ശരിക്കും ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മരം നിൽക്കുന്ന പോലെ തന്നെ അല്ലേ. മണ്ണിനടിയിലും കുറേ ശിഖരങ്ങൾ ഉള്ള പോലെ തന്നെയാണ് വേര് പോകുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഈ വേരുകളൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഉറപ്പാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഇതിന്റെ ഡിസൈൻസ് ഒക്കെ കണ്ടില്ലേ. ഇതിപ്പോ ഇത് ഇങ്ങനെ കോട്ട് ചെയ്ത് വേരുകൾക്ക് ഒരു കാതിലുണ്ടെന്ന് തോന്നുന്നു. അതെ, അതാ പറഞ്ഞ ഡിസൈൻസ് ഉണ്ടെന്ന്. ഇപ്പുറത്തെ വലിയ തേക്കിൽ കണ്ടോ, വലിയ വേരുണ്ടോ. ഇതിപ്പോ ഇങ്ങനെ പോളിഷ് ചെയ്ത് വെച്ചതുകൊണ്ടാണ്. പക്ഷെ ഇതിനുള്ളിലേക്ക് കണ്ടോ ഒരുപാട് റിങ്സ് ഉണ്ട് ഇനി കാണാം. അപ്പോൾ തേക്ക് മ്യൂസിയത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അത്രയും നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ്. കൈമാരത്തേക്ക് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം ഡിവിഷനിലുള്ള തേക്കാണ് കേട്ടോ. അതിൻ്റെ ഫോട്ടോയാണ്. ഇതിന് 500 വർഷത്തിലധികം വയസ്സുണ്ട്. അതായത് അത്രയും പ്രായമുള്ള തേക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് നമ്മുടെ നിലമ്പൂരിലുള്ളതല്ല, പാലക്കാട് ജില്ലയിലുള്ളതാണ്. അതിൻ്റെ ഫോട്ടോ ഇവിടെ എടുത്ത് വെച്ചായിട്ട് എല്ലാവർക്കും കാണാൻ വേണ്ടി. എല്ലാത്തിനും പറ്റിയുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ തൊട്ടടുത്ത് വിവരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനുള്ളിലെ കാഴ്ചകൾ കാണാം. ഈ കാണുന്നത് ഒറിജിനൽ തേക്കല്ല കേട്ടോ. തേക്ക് പോലെ ഒരു തൂണുണ്ടാക്കി വെച്ചതാണ്. ഇത് ഒറിജിനൽ തേക്കല്ല. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ തേക്കിൻ്റെ കുറേ കൊത്തുപണികൾ കാണാം കേട്ടോ. തേക്കിൻ്റെ ഒരു കുറ്റി അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാൻ പോകുന്നത് നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുള്ള 116 വർഷം പഴക്കമുള്ള, അത്രയും പ്രായമുള്ള, പഴക്കമല്ല അത്രയും വർഷം പ്രായമുള്ളൊരു തേക്കൻ തടിയാണ്. 2 കഷ്ണാക്കി മുറിച്ച് വെച്ചേക്കാണ് കേട്ടോ. ഇതിന് മുറിക്കുന്ന സമയത്തിൽ 38 മീറ്റർ നീളം ഉണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് എന്തായാലും കയറി കാണാം. ബാ വേണ്ട, ഈ തേക്കൻ തടീനെ 2 കഷ്ണാക്കി മുറിച്ച് വെച്ചേക്കാണ്. അതിൻ്റെ ഏറ്റവും എൻഡ്, അതായത് റൂട്ട് വെച്ചാൽ താഴ്ഭാഗമാണ് ഈ ഫസ്റ്റത്തത്, ഈ വലിയത്. പിന്നെ അങ്ങനെ മുകളിലേക്ക് മുറിച്ച് അടുത്ത പീസ് ഇത് ഫുള്ള് കാതലാണ് ഈ മരത്തേക്കല്ലേ. ഇതിൽ വെള്ളമൊന്നും ഉണ്ടാകത്തില്ല. നൂറ്റി 16 വർഷം പഴക്കം എന്നൊക്കെ പറയുമ്പോൾ എത്ര ഉണ്ടാവും പ്രായം എന്നൊക്കെ പറയുമ്പോഴേ എത്രത്തോളം ഇതിന് തേക്കുകളാണല്ലേ. ഈ 100 വർഷം പഴക്കമുള്ള തേക്കുകൾ നാടൻ തേക്കുകളും കിട്ടും കേട്ടോ. പല ആരുടെയും പറമ്പിലൊക്കെ 50 വർഷം 60 വർഷം 100 വർഷം പഴക്കമുള്ള തേക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ നിലമ്പൂർ കാട്ടുതേക്ക് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഡിസൈനിൽ തന്നെ മാറ്റമുണ്ട് എന്നുള്ളതാണ്. ഇതാണ് തേക്ക് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തേക്ക് മ്യൂസിയം വിദ്യാർത്ഥികളെ സംബന്ധിച്ചാൽ ഒരുപാട് അറിവുകൾ പകർന്നു വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നോളേജുകൾ നമുക്ക് തേക്ക് മ്യൂസിയം കിട്ടും. ഭൂമിയുടെ ഘടനയും മണ്ണിൻ്റെ സവിശേഷതകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തേക്ക് മ്യൂസിയത്തിൽ വരുമ്പോൾ അറിയാൻ പറ്റും. ഇതാണ് ഏറ്റവും പ്രശസ്തമായൊരു തേക്ക്
അതിൻ്റെ ഒരു തേക്ക് മുറിച്ച് വെച്ചിരുന്നുണ്ട്. എത്രമാത്രം വലിപ്പം ഇതിനുണ്ടെന്ന് നോക്കുക. ഇത് ഒറിജിനൽ തേക്കാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ തേക്കൊക്കെ ഈ ഫോറസ്റ്റിലുള്ള തേക്കിനൊക്കെ ക്യൂബിക്കിലാണ് ഇതിൻ്റെ വില പറയാന്നൊക്കെ. അപ്പോൾ ഈ ഒരു തേക്ക് എന്ന് പറയുന്നത് 1994 ജനുവരി മാസത്തിൽ മുറിച്ചെടുത്തൊരു തേക്കാണ്. അപ്പം ഈ തേക്ക് ഒരു ക്യൂബിക് മീറ്ററിന് 70,500 രൂപ ഒരു ക്യൂബിക് മീറ്ററിന്. അപ്പോൾ ഇത് അന്ന് ലേലത്തിന് വെച്ചിട്ടുണ്ടായിരുന്നത് 10,84,333 രൂപയ്ക്കാണ് കേട്ടോ. ഇതിൻ്റെ നീട്ടം എന്ന് പറയുന്നത് 20.40 മീറ്ററായിരുന്നു ഇതിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഫോറസ്റ്റിലുള്ളൊക്കെ തേക്കിനൊക്കെ ഇത്ര വില ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നല്ലൊരു സ്പെഷ്യൽ തേക്കാണ്. അത്രയും വർഷം മുന്നേ ഉള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിന്ന് ഉണർന്ന തേക്കാണ്ടത്. അപ്പോൾ നമ്മൾ തേക്കിൻ്റെ ഒരു ഡിസൈന് അതൊക്കെ നമുക്ക് കാണുന്നതാണ്. അങ്ങനെ ഓരോ ലൈനുകൾ ഉണ്ടോ? ഈ ഓരോ ലൈനും ഓരോ വർഷമാണ് തേക്കിനുണ്ടാവുക. ഈ ഓരോ ഇയറിലും ഓരോ ലൈനുകൾ രൂപപ്പെടുന്ന പറയാം. ഇതാണ് തേക്ക്. ഇത് ഈ തേക്കിൻ്റെ ഒരു വണ്ണം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് ഉണ്ടോ? ഇത് തേക്കിൻ്റെ സുമി ആ തേക്കിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക തേക്കിന് എത്രമാത്രം വലിപ്പം ഉണ്ടെന്നുള്ളത്. എത്ര സുമീനെ കൂട്ടി വെച്ചാൽ അതിൻ്റെ വീതി ആകുമെന്ന് ആലോചിച്ച്. ഇത് തേക്കിൻ്റെ അടിഭാഗമാണ് കേട്ടോ, വേര് ഭാഗമാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറിപ്പോയി നോക്കാം. അത് ചുറ്റും പോകാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ? ഇതാണ് തേക്കിൻ്റെ ചുവട് ഭാഗം, മൺഭാഗം ഇട്ടത്. വേരുകൾ എത്രമാത്രം വലിയ വേരാണ് ഈ തേക്കിനുണ്ടാവുക. തേക്കൊക്കെ ലേലം പിടിച്ച് കൊടുത്തതിന് ശേഷമുള്ള തേക്കിൻ്റെ ചുവട് ഭാഗം മണ്ണിൽ നിന്ന് എടുത്ത് വെച്ചേക്ക് കേട്ടോ. നമുക്ക് കാണാൻ വേണ്ടി ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുന്നതാണിത്. എത്രമാത്രം ഹാർഡാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് അലമാരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുരാതനമായിട്ട് ഉപയോഗിച്ചിരുന്ന, ഇത് പലഹാരങ്ങൾ വെക്കാനോ അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതായിരിക്കും. ഇതിൻ്റെ ക്വാളിറ്റി എത്ര കാലം കഴിഞ്ഞാലും ഈ സാധനം നശിച്ചു പോവില്ല, അല്ലെങ്കിൽ ഇതിനൊരു കംപ്ലൈൻറ്റ് വരില്ല എന്നുള്ളതാണ് നിലമ്പൂർ തേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടുന്ന് മുകളിലേക്ക് നമ്മൾ പടി കയറിപ്പോയി കഴിഞ്ഞാൽ എന്താ കാഴ്ചകൾ കാണാൻ പറ്റും നോക്കാം. അപ്പോൾ ഒരു തേക്ക് നമ്മളിപ്പോൾ പറഞ്ഞത് തേക്കെന്ന്, അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരുടെയും പറമ്പിലൊക്കെ തേക്കുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ബെസ്റ്റ് തേക്ക് ഏതാണ്, അതിൻ്റെ ഏത് തേക്കിൻ്റെ വിത്താണെന്നൊക്കെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന്. എല്ലാം ഏകദേശം പറമ്പിലൊക്കെ നടന്നതാണെന്നുണ്ടെങ്കിൽ എല്ലാ തേക്കിലും ഒരേ സമയത്ത് നടുക. അപ്പോൾ അതൊക്കെ വളർന്ന് ഏകദേശം എല്ലാം ഏകദേശം ഒരേ നീളത്തിലൊക്കെ ആയിരിക്കും. അതിൽ നിന്നും ഏറ്റവും നീളം കൂടിയത്, അതിൽ വണ്ണം കൂടിയത്, ശിഖരങ്ങൾ കുറഞ്ഞത്, അത് നോക്കിയിട്ടാണ് ഉത്തമ വൃക്ഷം എന്ന് പറയുന്നത്. അതിലത്തെ മദർ പ്ലാന്റ് എന്നല്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മരം എടുത്തിട്ട് അതിൻ്റെ വിത്താണ് ശേഖരിക്കുന്നുണ്ട്. അതിൻ്റെ റൗണ്ട്സൊക്കെ പോയിരിക്കുന്നത് ഓരോ റിങ്സും ഓരോ വർഷം കൂടുന്തോറും ഇങ്ങനെ ഓരോ ഡിസൈനായി വരുന്നുണ്ടല്ലേ. ഇതൊക്കെ ഫുൾ ക്വാളിറ്റിയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത്. ഈ മരത്തിൻ്റെ ക്വാളിറ്റിയിലാണ് നമ്മൾ. ഇതിപ്പോൾ തേക്കിൻ്റെ വണ്ണം കൂടിയാലും കുറഞ്ഞാൽ, ഇതിപ്പോൾ വണ്ണം കുറഞ്ഞ മരമായിരിക്കും. അതിൻ്റെ റിങ്സ് കണ്ടോ അതിങ്ങനെ, അതിൻ്റെ സോഫ്റ്റ് വുഡാണ്, അതായത് വൈറ്റ് പോർഷനാണ് നമ്മൾ സോഫ്റ്റ് വുഡ് എന്ന് പറയുക. ഇതാണ് ഹാർഡ് വുഡ്, ബ്ലാക്ക് അല്ല ബ്രൗണ്. നിലമ്പൂരിൻ്റെ മലമ്പ്രദേശങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും എല്ലാം അതിരുകളിൽ ആളുകൾ തേക്ക് കൃഷി ചെയ്യും. കാരണം തേക്ക് നല്ല വിലയാണ്. കണ്ടോ തേക്ക് എങ്ങനെയാണ് നടുന്നത്, തേക്കിൻ്റെ പരിപാലനം എങ്ങനെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, തേക്ക് എങ്ങനെ ബഡ് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ചിത്രങ്ങളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ വീടുകളിൽ എല്ലാവരും ഇവിടെയും സ്വന്തമായി തേക്ക് ഉണ്ടാവും. ഒരു പറമ്പുണ്ടെങ്കിൽ ആ പറമ്പിന് ചുറ്റും 50, 60, 100 ഒക്കെ തേക്കുകൾ വെച്ച് പിടിപ്പിക്കും ഞങ്ങൾ. പിന്നെ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ തേക്കൻ തോട്ടങ്ങളിൽ ഉണ്ടാകുന്ന പൂമ്പാറ്റകൾ, ഷഡ്പദങ്ങളാണ് കേട്ടോ. തേക്കിൻ തോട്ടത്തിലെ ചിത്രശലഭങ്ങളാണ് അതിൻ്റെ. ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് വലിയ വർണ്ണശബളമായിട്ടുള്ള ചിത്രശലഭങ്ങളല്ല. അതെ അതെ, പല വർണ്ണങ്ങളിലുള്ളതുണ്ട് കേട്ടോ. അതിനകത്ത് അല്ലേ പല പല ഡിസൈൻസ്. ഓരോ ചിത്രശലഭത്തിനും ഡിസൈൻസ് നോക്കിയാൽ നമുക്ക് തന്നെ തലകറങ്ങും. കാരണം അത്രയധികം ഡിസൈൻസാണ് ഓരോരുത്തരും. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പൂവിലൊക്കെ വരുന്ന ചിത്രശലഭങ്ങൾ കുറച്ചും കൂടി വെറൈറ്റി അല്ലേ, കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ളത് ഉണ്ടാവുമല്ലോ.
ഒരുപാടുണ്ട് ചിത്രശലഭങ്ങൾ. ഇവിടെ വരുമ്പോൾ അറിയാം നമുക്ക് ചിത്രശലഭങ്ങൾ തന്നെ എത്ര വെറൈറ്റീസ് ഉണ്ട്, ഓരോരുത്തരെയും കാണാൻ പറ്റും. ഇതെല്ലാം പലതരം ചിത്രശലഭങ്ങളാണ് കേട്ടോ, ഒന്നും സെയിം അല്ല, എല്ലാം പലതരം ചിത്രശലഭങ്ങളാണ്. ഈ ശലഭങ്ങളിലൊക്കെ ചെറുപ്പം തൊട്ട് അതിൻ്റെ ഓരോ നമ്മുടെ രാജ്യത്ത് 619 വിഭാഗങ്ങളിലായിട്ട് 60,000 തരം ഷഡ്പദങ്ങളുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഈ 60,000-ൽ ഒരു 6,000 ഷഡ്പദങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഏകദേശം 135 ഷഡ്പദങ്ങളുണ്ട്. വെട്ടിലുകൾ, തുമ്പികൾ, അങ്ങനെ എന്തെല്ലാം പ്രാണികൾ നമ്മളിന്ന് നമുക്ക് കാണാൻ പറ്റാത്തതും പലതും ചിലപ്പോൾ ഈ മണ്ണിൽ നിന്ന് ഇല്ലാതായി പോയിട്ടുണ്ടാവും കേട്ടോ. കാലാവസ്ഥയും ഒക്കെ ചിലപ്പോൾ ഈ പല പൂമ്പാറ്റകളെയും പ്രാണികളെയും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയിട്ടുണ്ടാവും, വംശനാശം സംഭവിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ തേക്ക് മ്യൂസിയം ഇതിനെല്ലാം ഇങ്ങനെ വച്ചിട്ടുണ്ട് കണ്ടോ. നമ്മുടെ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറേ ചുമർ ചിത്രങ്ങളും ഒക്കെയാണ് കേട്ടോ. കണ്ടോ, എല്ലാം തേക്കിൻ്റെ തടികളിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതിനൊക്കെ ഒരു ഫിനിഷ് കണ്ടോ, നമ്മൾ തേക്കിൽ ഓരോ കാര്യം ചെയ്തെടുത്ത് അതിലേക്ക് പോളിഷ് ചെയ്യുമ്പോഴത്തേക്കും മറ്റൊരു മരത്തിനും കിട്ടാത്തത്ര ഭംഗിയും ഒക്കെ ഇതിന് കിട്ടും കണ്ടോ. കത്തി ഉണ്ടാക്കിയിരുന്നു, തോക്ക് ഉണ്ടാക്കിയിരുന്നുണ്ടോ, എൻ്റെ കുതിരേനൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നുണ്ടോ, ഇത്ര മനോഹരമാണ്. ഇതൊക്കെ ഇങ്ങനെ ചുമരിൽ വെച്ചാൽ എന്ത് ഭംഗിയായിരിക്കും കാണാനല്ലേ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. തേക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നതൊക്കെ നമുക്ക് തേക്കിൽ ചെയ്തു തരാൻ പറ്റും. ഈ സാധനങ്ങളൊക്കെ തേക്കിൻ്റെ അടിയിൽ നിർമ്മിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. ഇതിനൊക്കെ തേക്കിൻ്റെ കാതലിന് ഒരു പീസിന് തന്നെ നല്ല റേറ്റ് ഉണ്ട്, ലക്ഷങ്ങളാണ് തേക്കിന് വില കണ്ടോ. മരത്തിൻ്റെ താഴികക്കുടം ഇതൊക്കെ ഇതെല്ലാം തേക്കിൽ നിർമ്മിച്ചതുണ്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ തേക്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരിക്കലും ചതിലെടുക്കുകയോ കുത്തിപ്പോവുകയോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. തേക്കിൽ നിർമ്മിക്കുമ്പോൾ പ്രത്യേകതയാണ്. പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത റേറ്റ് വരും, ഓരോ പീസിന് നല്ല റേറ്റ് ഉണ്ടാവും. ഈ ചുമരൊക്കെ കണ്ടത് എല്ലാം തേക്കിൻ തടികളാണ്. അപ്പോൾ ഇവിടെ ചുമരിൽ കാണിച്ചിരിക്കുന്നത് തേക്കുകൾക്ക് വരുന്ന വൈകല്യങ്ങളാട്ടോ. നല്ല തേക്കല്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. തേക്കിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഫംഗസ് ബാധകളൊക്കെ ഉണ്ടായിട്ട് തേക്ക് നശിച്ചു പോയിട്ടുണ്ടാവും. ഉള്ളിൽ കണ്ടോ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ തേക്കിലുണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ചിലപ്പോൾ തേക്ക് നല്ല തേക്കായിരിക്കും. ലക്ഷങ്ങൾ കൊടുത്ത തേക്ക് മേടിച്ച് ചിലപ്പോൾ നമ്മൾ ഈർന്നെടുക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിൽ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ടാണ് തേക്കിനൊക്കെ ഭയങ്കര വിലയുള്ളതിന് പ്രധാന കാരണം അറിയാം. ഇത്രയും വില കൊടുത്ത് വാങ്ങുന്നൊരു സാധനം ചിലപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഡാമേജ് വന്നു കണ്ടോ. ഇത് കണ്ടോ, തേക്കിനുള്ളിൽ കേടായതുകൊണ്ടോ. ഇങ്ങനെയൊക്കെ തേക്കുകൾക്ക് സംഭവിക്കും. ഇത് ചെറുപ്പത്തിലുണ്ടാകുന്ന എഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗസുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികൾ കയറിയിട്ട് നശിപ്പിക്കുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളും തേക്കുകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് തേക്ക് മ്യൂസിയത്തിൽ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് വളരുന്ന തേക്കുകളിൽ ഇങ്ങനെയായിരിക്കും ഡിസൈൻ കാണാൻ. നമ്മുടെ നാടൻ തേക്കുകളിലൊക്കെ ആയിരിക്കും സ്ലോലി ഗ്രോ ചെയ്യുന്നത്. അതായത് നമ്മുടെ കാടിൽ വളരുന്ന തേക്കുകളൊക്കെ ഇങ്ങനെ സ്ലോലി ആയിരിക്കും വളരുക. അപ്പോൾ അതിനകത്തുള്ള അതിൻ്റെ ഡിസൈൻ ഇങ്ങനെയായിരിക്കും പേരുണ്ടാവുക. ഓരോ തരത്തിലുള്ള ഒരു 8 വർഷം പ്രായമാകുന്ന നിലമ്പൂർ തേക്കിൻ്റെ കാതൽ എന്ന് പറഞ്ഞാൽ 8 വർഷം കൊണ്ട് ഇതിനകത്ത് ആകെ കാതൽ വരാൻ പോകുന്നതാണ് ഉണ്ടോ. ഇതാണ് പ്രധാന കാതൽ വരുന്നൊരു പോർഷൻ തന്നെ അതാണ്. അപ്പോൾ ഇതുണ്ടോ തായ്ലാൻഡ് തേക്ക്. തായ്ലാൻഡിൽ നിന്ന് വരുന്ന തേക്കുകളുടെ ഡിസൈൻ ഇങ്ങനെയായിരിക്കും. ഒരു 12 വർഷമാകുമ്പോൾ നിലമ്പൂർ തേക്കിൻ്റെ ഒരു അവസ്ഥ 12 വർഷം കൂടി ഇങ്ങനെയാണ് വരിക. കർണാടകയിലെ തേക്ക് നിലമ്പൂർ തേക്കിൻ്റെ ഡിസൈൻ ആണ്. ഇതാണ് നിലമ്പൂർ
തേക്കിൻ്റെ പ്രത്യേകതയാണ് ഇതിനകത്ത് വരുന്ന ഈ ഒരു ചുറ്റുകളുണ്ട് ഓരോന്ന് എത്ര അടുപ്പിച്ചാണ് വരിക. അപ്പോൾ നമ്മൾ ഈ തായ്ലാൻഡിൽ നിന്ന് കൊണ്ട സാധനം ഉണ്ടോ, എത്ര വിട്ടാണ് വരുന്നത്. തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവരുന്ന തേക്കിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്, വിട്ടാണ് വരുന്നത്. പക്ഷേ എങ്കിൽ നമ്മുടെ നിലമ്പൂർ തേക്കിൻ്റെ പ്രത്യേകത എന്ന് കണ്ടോ, അടുപ്പിച്ചാണ് ഓരോ ലൈനുകളും വരുന്നത്, അടുപ്പിച്ചാണ്. ഓരോ വർഷത്തിലും അതിന് ഓരോ ലൈൻ വന്നുകൊണ്ടിരിക്കും. കണ്ടോ, ഇതൊക്കെ കണ്ടോ, എത്രമാത്രം ലൈനുകളാണ് അടുപ്പിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി, അതുകൊണ്ടാണ് നിലമ്പൂർ തേക്കിൽ വരുന്നത്. കണ്ടോ, പല സ്ഥലത്തു നിന്നും വരുന്ന തേക്കുകളിലെ വ്യത്യാസം നമുക്ക് മനസ്സിലാകണ്ടോ. ഈ ഡിസൈനല്ല നിലമ്പൂർ തേക്കിൻ്റെ ഡിസൈൻ. കണ്ടോ, അതാണ് നിലമ്പൂർ തേക്കും മറ്റു തേക്കിലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിലമ്പൂർ തേക്കിന് അത്രമാത്രം ആരാധകരുള്ളതും അത്രമാത്രം ഡിമാൻഡ് ഉള്ളതും. നമ്മൾ ഒരു തേക്കിൻ്റെ വളർച്ച അതിൻ്റെ ഒരു കാലഘട്ടങ്ങളിലൂടെ നമുക്ക് നടന്നു പോയി വരാൻ പറ്റും. നമുക്ക് കാണിച്ചു തരാം. കണ്ടോ, ഒരു തേക്കിൻ തൈ ഈ ഒരു വലുപ്പമാവുന്ന തൈ തൊട്ട് ഇങ്ങനെ ഓരോ വർഷം ഇങ്ങനെ അതിൻ്റെ ഓരോ വലിപ്പമാണ് കാണിക്കുന്നത്. ഇങ്ങനെ നീളത്തിൽ നേരെ മുകളിലേക്ക് പോകും. കണ്ടോ, തേക്കിൻ്റെ ഒരു തൊലി എന്ന് പറയുന്ന ആകെ ഇത്രേ ഉള്ളൂ. കണ്ടോ, ഈ ഒരു ചെറിയൊരു പോള മാത്രമേ ഉള്ളൂ തേക്കിൻ്റെ തൊലി എന്ന് പറയാൻ മാത്രം. വേസ്റ്റ് ആകുന്നത് അതിനുള്ളിലേക്ക് എല്ലാ ഭാഗവും ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. പക്ഷേ തേക്കിൻ്റെ കാതലാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത്, ഏറ്റവും വില കൂടിയതെന്ന് പറയുന്നത്. അപ്പോൾ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന നിലമ്പൂർ തേക്കിൻ്റെ ഡിസൈനിൽ തന്നെ കൊത്തി വെച്ചിരിക്കുന്നൊരു ഡോറാണ്. ഇത് ഫുൾ നിലമ്പൂർ തേക്കിൻ്റെ കാതലിൽ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഡിസൈനൊക്കെ കണ്ടോ, ഇങ്ങനെയൊക്കെ ഡോർ ഉണ്ടാക്കാൻ നല്ല കോസ്റ്റ്ലി ആവും കേട്ടോ. ഫുള്ള് തേക്കാ, പിന്നെ ക്വാളിറ്റി ഉണ്ടോ. ഇതെല്ലാം തേക്കാം. ഞാൻ വെച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്, ഫുൾ തേക്കാട്ടോ. തേക്കിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ തേക്ക് മ്യൂസിയം തൊട്ട് പുറകിലായിട്ട് ഇവിടെ എന്തൊക്കെ കാണാനുണ്ട്, ഇവിടുത്തെ പാർക്കുകൾ എവിടെയാണ്, എങ്ങനെ പോകണം, എങ്ങനെ വരണം, അങ്ങനെ എല്ലാ കാഴ്ചകളും ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ട് ഇതിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാർക്കുണ്ട് കേട്ടോ. ഒരുപാട് ചെടികളും ചിത്രശലഭങ്ങളൊക്കെ വരുന്ന മനോഹരമായിട്ടുള്ളൊരു പാർക്കുണ്ട്. അപ്പോൾ ഈ പാർക്കിലൂടെ നമുക്ക് നടന്നിട്ട് വരാം കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ പാർക്ക് എന്ന് പറയുന്നത്. ജൈവ വിഭവ ഉദ്യാനം. അപ്പോൾ അതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, ഒരു പ്ലേ ഏരിയ ഉണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാം, ഉല്ലസിക്കാം, അങ്ങനെ ഒരു ഏരിയ. പിന്നെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് ഒരുപാട് ചെടികളും വള്ളിപ്പടർപ്പുകളൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇല്ല, നിലമ്പൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റെവിടെയും കിട്ടാത്ത ഒരു ഫീലിങ്സ് ഇവിടെ കിട്ടാറുണ്ട്. കാരണം എല്ലാം നാച്ചുറലാണ്. കണ്ടോ, മരങ്ങളും വള്ളികളും, ഈ വള്ളിയിലൊക്കെ തുണി നടക്കാം, നമുക്ക് കുട്ടികൾക്ക് ഇവിടെ കയറി നടക്കാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ കിട്ടും നമുക്ക് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പം ഒരു ഓർക്കിഡ് ഹൗസ് തന്നെ ഉണ്ട് ഇവിടെ. ഓർക്കിഡുകൾ ഒക്കെ വളർത്തിയിട്ടുള്ള നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയതിലില്ലേ, നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് കണ്ടത് നിലമ്പൂർ തേക്ക് മ്യൂസിയം തന്നെയാണ് കേട്ടോ. ഇവിടെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയാം. അത്രയും മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നിലമ്പൂരായതുകൊണ്ട് പറയുന്നില്ലല്ലോ, ഈ ഇത്രയും നാൾ പോയ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നു അല്ലേ. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, നീറ്റാണ്, അടിപൊളി. കാരണം ചെടികൾ വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ എല്ലാം വാഷ് ചെയ്ത് കാണാം. ഇവിടെ എവിടെയും നിങ്ങൾക്ക് മണ്ണോ പൊടിയോ ഒന്നും കാണാൻ പറ്റില്ല, അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു കുറ്റവും പറയാൻ തോന്നാത്ത സ്ഥലമല്ലേ. മഞ്ഞ കളറിലെ ഓർക്കിഡ്, നല്ല ചന്ദനത്തിന്റെ മഞ്ഞ കളറിലെ ഓർക്കിഡ്. കണ്ണിനും മനസ്സിനൊക്കെ കുളിർമ നൽകുന്ന മനോഹരമായിട്ടുള്ള സെറ്റപ്പ് അല്ലേ. ഉണ്ടോ, ഓർക്കിഡുകൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരുപാട് വെറൈറ്റി ഓർക്കിഡുകളുണ്ട് കേട്ടോ. ഇതുണ്ട്, ഈ എൻഡിൽ നിൽക്കുന്ന നല്ല ഡാർക്ക് കളർ.
വയലറ്റ് ഓർക്കിഡ്. ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് ഇവിടെ. ഒരുപാട് പൂമ്പാറ്റകൾ വരുന്ന പൂമ്പാറ്റകളുടെ ഒരു ഗാർഡൻ തന്നെ പറയാൻ പറ്റും. ഇപ്പോൾ അത്രമാത്രം അവിടെ ഉണ്ടെന്ന് അറിയില്ല. ചില സമയത്തൊക്കെ പൂമ്പാറ്റകളുടെ കളിയാണ് അവിടെ. ബട്ടർഫ്ലൈ ഗാർഡൻ ബട്ടർഫ്ലൈ ഗാർഡൻ. ഉണ്ടോ എന്തൊരു പച്ചപ്പാന്ന് നോക്കി. അത്രമാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് വെള്ളം നനച്ച് പൂക്കളും ആ കണ്ടില്ലേ ആമ്പല് എല്ലായിടത്തും നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയും. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഒരുപാട് നാളായിട്ട് ഞാനൊക്കെ ഇവിടെ വന്നിട്ട്, കാരണം നമ്മൾ മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളേറ്റവും കൂടുതൽ പുറത്തുള്ള സ്ഥലങ്ങൾ കാണാൻ പോകും, അടുത്തുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിനുള്ളിൽ. നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ എന്താ കാണാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ. ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ. ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടോ? ഇത് ബട്ടർഫ്ലൈ ഗാർഡനാണ്. പൂമ്പാറ്റകൾക്ക് ഉള്ള അവർക്ക് വേണ്ടിയുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കിയിരിക്കുന്നതാണ് ഇവിടെ. ഒരുപാട് പൂമ്പാറ്റകൾ വരാറുണ്ട്. ഒരുപാട് പൂക്കളുണ്ട് കണ്ടോ, ഒരുപാട് പൂക്കൾ, ഒരുപാട് വെറൈറ്റിയിലുള്ള പൂക്കൾ ഇവിടെ ചെയ്ത് വെച്ചാണ്ട്. വെള്ളമൊക്കെ ഇങ്ങനെ ചാടുന്ന ഒരു പുലി ഉണ്ടോ, കിളികൾ, അങ്ങനെ ഒരു അടിപൊളി സ്ഥലം ഉണ്ടോ. പല പല വെറൈറ്റിയിലുള്ള പൂക്കൾ ഒക്കെ കാണാൻ പറ്റും നമുക്ക്. നിലമ്പൂരിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ, നിലമ്പൂർ തേക്ക് മ്യൂസിയം ചെയ്യുമ്പോഴും അഭിമാനത്തോടെ കാണിക്കാൻ പറ്റി. ഏറ്റവും സന്തോഷമുണ്ട്. കാരണം നിലമ്പൂർ തേക്ക് മ്യൂസിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇവിടുത്തെ ഓരോ ജീവനക്കാരും കേട്ടോ ഇതിനുള്ള പ്രശംസകൾ അർഹിക്കുന്ന ആൾക്കാരാണ്. അവരത്രമാത്രം ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിലും ഇത്രയും നീറ്റായിട്ട് ഒരു ഗാർഡൻ സൂക്ഷിക്കുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. അടിപൊളി. അപ്പോൾ ഇവിടെ ഒരു പുലിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് ചിരി വരിക. ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായി ഇപ്പോൾ എല്ലായിടത്തും പുലി ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു, കരടി ഇറങ്ങുന്നു. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. ഈ പുൽക്കാടുകളിലൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. ആർട്ടിഫിഷ്യലായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ചാടുന്നു എന്താ, അതൊഴുകി ചെറിയൊരു കുളത്തിലേക്ക് എത്തുന്നു. അതിനകത്ത് മീനുണ്ട്. അങ്ങനെ ഒരുപാട്. അതിരാവിലെയും ഈവനിങ്ങിൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വരണം ശരിക്കും പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഇവിടെ 4 മണി വരെ പാസ് ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. എത്ര മണി വരെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈവനിങ്ങിൽ ഒന്നും കൂടെ എന്താ പറയുക അടിപൊളിയായിരിക്കും. കുറച്ചുകൂടെ വെയിലൊക്കെ താന്ന് കഴിയുമ്പോൾ ഇരിക്കാനുള്ള അടിപൊളി സെറ്റപ്പ് ആയിരിക്കും ഇവിടെ. കണ്ടോ, മരങ്ങളും ചെടികളും പൂക്കളൊക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു പാർക്ക്. തേക്ക് മ്യൂസിയം നല്ല ടൈം എടുത്തുന്ന വലിയ വെയിലില്ലാത്ത സമയത്ത് വരണം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇത് കൂടെയൊക്കെ നടന്ന് അമ്മമാരെയൊക്കെ കൊണ്ടുവന്ന് അവരിവിടുന്ന് പോവില്ല. കാരണം അവർക്ക് കൂടുതൽ ചെടികളും പൂക്കളും ഇതൊക്കെ ഇഷ്ടമാണല്ലോ. അങ്ങനത്തെ നല്ല അടിപൊളി സ്ഥലമാണ്. ഒരുപാട് കാണാനുണ്ട് ചെടികൾ തന്നെ. ശരിക്കും നമ്മൾ അമ്മമാരെയും കൂട്ടിനോട് വരുമ്പോൾ ഒരു വർക്കിംഗ് ഡേയിൽ വരണല്ലേ ശരിക്കും പറഞ്ഞാൽ. കാരണം ആളുകൾ കുറവായിരിക്കും. ഹോളിഡേയ്സിൽ വന്നതെന്ന് പറയാം ഇത് ഫുള്ള് തിരക്കായിരിക്കും. നമ്മളൊരു വർക്കിംഗ് ഡേയില് എല്ലാരും കൂട്ടിയിട്ട് ഒരു 10 മണിക്കാണ് ഇത് മയിലിനൊക്കെ ഉണ്ടായി. ഇതൊക്കെ അവര് ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. മയിലിന്റെ തലയിലേക്കൊക്കെ വരുന്നേ ഉള്ളൂ. ചെടി വളർന്ന് വരുന്നേ ഉള്ളൂ. കണ്ടോ, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. എല്ലാം ഒരു അടുക്കും ചിട്ടയുണ്ടെന്ന് പറയാം അല്ലേ. എല്ലാം വൃത്തിയിൽ അടുക്കും ചിട്ടയും ചെയ്ത് വെച്ചിരിക്കുന്നു നല്ലതാണ്. ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ സമയമെടുത്ത് പതുക്കെ ഒരു ഡ്രോൺ ക്യാമറ കൂടി ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേണം അല്ലേ. ഡ്രോൺ ഷോട്ട് ഉണ്ടെങ്കിലുള്ള നമുക്ക് ഡിസൈൻ മനസ്സിലാവുള്ളൂ. മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് പലതും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനത്തെ ചെടികളൊന്നും ഇപ്പൊ എവിടെയും കാണാനില്ലല്ലേ. ഈ ബുഷ് നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇതൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ തോന്നുന്നത്. ഞാൻ വേറെ എവിടെയും പാർക്കുകൾ ഇങ്ങനെ കണ്ടില്ല. കണ്ടിട്ടുണ്ടോ, അടിപൊളിയായിട്ട് വെട്ടി നിർത്തിയിരിക്കുന്നത്. ഡിസൈൻ ചെയ്താൽ അടിപൊളിയായിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ നിലമ്പൂരിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ഈ തേക്ക് മ്യൂസിയവും കനോലി പ്ലോട്ടൊക്കെ ഇത്ര മനോഹരമാക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്തായാലും ഇവിടെ വരുന്ന ഒരാൾക്കും ഒരിക്കലും നഷ്ടമായി പോയില്ലല്ലേ. ഇല്ല, അത്ര നീറ്റാണ്. കൊടുക്കുന്ന ടിക്കറ്റിന്റെ എമൗണ്ടിനെക്കാട്ടും കാണാനുണ്ട് ഇവിടെ. കനോലി പ്ലോട്ടിലാണെങ്കിൽ അതിലധികം, അതായത് ഇങ്ങനത്തെ വർണ്ണശബളമായിട്ടുള്ള ഒന്നുമില്ല. പക്ഷെ തേക്ക് കാണണം. ഞാന് വർഷങ്ങൾ പഴക്കമുള്ള പറയാല്ല, അത്രയും ഭംഗിയുണ്ട്. അത് ആ ടൈമിൽ പോയി കണ്ടിട്ടായിരിക്കും. വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ നല്ലൊരു സമയത്ത് പോയി കാണുന്നുണ്ട്. ഉള്ളിലേക്കൊക്കെ ഉണ്ടോ അങ്ങനെ പോകണോ. നല്ല കൊന്ന പൂത്ത് നിൽക്കുന്നു. അങ്ങനെ ഇവിടെ കണ്ടു. ഇതിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് ആട്ടോ. ഇതിലേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ വരുന്നുണ്ടോ കുട്ടികൾക്ക് കളിക്കാൻ അടിപൊളി സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിലൊക്കെ തന്നെ ഇറങ്ങുന്നുണ്ടോ.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ നിലമ്പൂരിലെ കനോലി പ്ലോട്ടും തേക്ക് മ്യൂസിയം അതിൻ്റെ വിശേഷങ്ങളൊക്കെയായിരുന്നു. അപ്പോൾ തേക്കിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. എന്താ പറയുക, കുറച്ചും കൂടി അറിയാത്ത കുറേ ആൾക്കാർക്ക് തേക്കിൻ്റെ ഒരു മഹത്വവും തേക്ക് കൊണ്ടുണ്ടാക്കുന്ന ഫർണിച്ചേഴ്സിൻ്റെ മഹത്വവും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫർണിച്ചേഴ്സ്, അതായത് നല്ല പ്രോപ്പർ നിലമ്പൂർ തേക്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഫർണിച്ചേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.